ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈദിലേക്ക് വേണ്ട കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് അഡ്വാൻസ് വന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മളൊരു ലൈറ്റ് ബ്ലൂ ഫ്രോക്കാണ്. അപ്പോൾ ഇത് ഹെവി ആയിട്ടുള്ള ഫ്രോക്കാട്ടോ. താഴെ നല്ല ഫ്രിൽസൊക്കെ കൊടുത്തിട്ട് നല്ലോണം ഹെവിയാണ്. അതുപോലെ ഹെവി മെറ്റീരിയലാണ് ഇതിൻ്റെ യോക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3 ഇയർ ബേബി ഫ്രോക്കാണ് കേട്ടോ. 22 സൈസിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സീക്വൻസ് മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബാക്കിലാണല്ലോ കൊടുക്കാറുള്ളത്. ഇത് നമ്മൾ ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ബ്ലൂ സീ ബ്ലൂ കളറിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ടോട്ടലി നമ്മൾ ഏകദേശം ഒരു 10 മീറ്ററിന് മുകളിലായിട്ട് മെറ്റീരിയൽ പ്ലെയിൻ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. 1/2 മീറ്ററിന് ബോഡി പാർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്ങും 1.5 മീറ്റർ ക്രേപ്പ് ലൈനിങ്ങും ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 22 സൈസ് കറക്റ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. 8 ഇഞ്ച് ബോഡി പാർട്ടും 14 ഇഞ്ച് സ്കർട്ട് പോർഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാക്കിൽ നമ്മൾ വള്ളിയാണ് കൊടുത്തിട്ടുള്ളത് ട്രാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് 1000, 1100 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് 2400 ഒരു ഇതിൻ്റെ നമ്മൾ 3 ഫ്രില്ല് വെച്ചിട്ടുള്ള സിൻഡ്രല്ല ഫ്രോക്കൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ സ്ലീവൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ഹെവിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഹെവി മെറ്റീരിയൽ ആണെന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഇത് 1 ഇയർ ബേബി സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. അത് സ്കേർട്ട് ക്രോപ്പ് ടോപ്പല്ല, ആ ഒരു ബെൽറ്റ് മറയണ രീതിയിലുള്ള ടോപ്പാണ്. 10 ഇഞ്ച് ടോപ്പും ഒരു 11 ഇഞ്ച് സ്കേർട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്കേർട്ട്. അപ്പോൾ ഇത് കുറച്ച് വർക്ക് മെറ്റീരിയലാണ്, കുറച്ച് വർക്കുള്ള ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ ബോഡി ടോപ്പ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ നെറ്റാണ് സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. സ്കേർട്ടിന് നമ്മൾ 3 മീറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് നമ്മൾ ഒരു 1/2 മീറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ നെക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ നല്ല ഭംഗിയിലൊരു കട്ടിങ്ങും ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അയച്ച് കഴിഞ്ഞ ഡ്രസ്സാണ് കേട്ടോ. ഇന്നലെ പോയി ഡ്രസ്സ്, ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഡ്രസ്സുകളത് കസ്റ്റമർക്ക് നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾ കേരള ഇന്നയച്ച നാളെ തന്നെ കിട്ടും കേട്ടോ. അധിക സ്ഥലങ്ങളിലും കിട്ടും. ടൗൺ ഏരിയ ആണെങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1300 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 600 രൂപയാണ്. അപ്പം ടോട്ടലി നമ്മൾ കൊടുത്തിട്ടുള്ള റേറ്റാണ് കേട്ടോ 1300. അപ്പോൾ ഈ 1300 എന്ന് പറഞ്ഞാൽ ഷിപ്പ് അതിൽ ഉൾപ്പെടാത്ത റേറ്റാണ് കേട്ടോ നമ്മൾ പറയുക. ഷിപ്പ് പറഞ്ഞാൽ വെയ്റ്റിനനുസരിച്ചും കുറച്ച് സ്ഥലത്തിൻ്റെ നമ്മുടെ ദൂരത്തിനനുസരിച്ചൊക്കെ ചെറിയ ചെറിയ ചേഞ്ചൊക്കെ വരും കേട്ടോ. നമ്മൾ DTDCക്കാണ് അധികം നമ്മൾ ഡ്രസ്സൊക്കെ പോസ്റ്റ് ചെയ്യാറ്. ഇന്ത്യൻ പോസ്റ്റും കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റിനും കൊടുക്കാറുണ്ട്. അപ്പോൾ ബാക്കിലാണ് നമ്മളിതിന് ബോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഫ്രോക്കിനൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ളൊരു ബോയാണ്. അത് സ്ലിം ഹെഡ് ബാൻഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 1 ഇയർ ബേബി ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 18 സൈസിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. നല്ലോണം ഫ്രിൽസും അതുപോലെ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തൊരു ഫ്രോക്കാണ്. ഇത്രയും ഫുൾ സെറ്റായിട്ട് അധികം അങ്ങനെ സെറ്റ് വരാറില്ല. ഒന്നെങ്കിൽ നമ്മൾ ഫ്രോക്ക് വിത്ത് ഹെഡ് ബാൻഡ് ഷൂ അങ്ങനെ ചിലപ്പോൾ വിങ്സും കൂടെ ആയിരിക്കും. ഇപ്പോൾ ഇത് ടൈലും കൂടെ ഉള്ളത് അങ്ങനെ എപ്പോഴും വരാത്തൊരു മോഡലാണ് കേട്ടോ. അങ്ങനെ ഒരു സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷന് പീച്ച് ആൻഡ് മെറൂണാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫ്രോക്കിന് മാത്രം തന്നെ നമുക്ക് ഏകദേശം ഒരു 8 മീറ്ററിൻ്റെ
മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ടൈലിന് പിന്നെ എക്സ്ട്രാ അതേപോലെ തന്നെ ഒരു 2.5 മീറ്റർ പ്ലെയിൻ നെറ്റ് ഫ്രില്ലിടാനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈല് നമ്മൾ 1.5 മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 1.25 മീറ്ററിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെയർ കിട്ടുള്ളൂ. ലെങ്ത്ത് നമ്മുടെ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടലി ഇപ്പോൾ ഇതിന് നമ്മളൊരു 15 മീറ്ററിൻ്റെ മുകളിൽ ഏകദേശം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബോഡി പാർട്ട് ഫ്രില്ലാണ്. അതുപോലെ തന്നെ വിങ്സും നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മെറൂണും വിങ്സ് മാത്രം നമ്മളൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തതാട്ടോ. ആ ഒരു കളറിൽ കുറച്ച് അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കത്തെ ടൈല് നല്ല ലെങ്തി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നല്ല ലെങ്തി ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നതും. ബാക്കിൽ ബോ നമ്മൾ ക്യാൻ വെച്ചിട്ടാണ് ബോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് 3000 കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് തന്നെ അത്യാവശ്യം 1500 ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. അപ്പോൾ ഇതും ഇതിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഓർഡറൊക്കെ നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ വേഗം ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. തിരക്കാവുന്നതിന് മുമ്പ് തന്നെ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതിൽ ഹാങ്ങിങ്സൊക്കെ വെച്ചിരിക്കണ ക്രോപ്പ് ടോപ്പും അതുപോലെ സ്കേർട്ട് ഫുൾ ലെങ്ത്തും ടോപ്പ് നമ്മൾ ക്രോപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ ഹുക്സോ അതുപോലെ സിബൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഇതാണ് ദോറയാണ് കൊടുത്തിട്ടുള്ളത് കെട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ സെയിം ഹെഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൽവെറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് സ്കേർട്ട് ചെയ്യാൻ മാത്രം നമുക്ക് ഏകദേശം ഒരു 5 മീറ്റർ 6 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പാർട്ടിന് നമുക്ക് ടോപ്പിന് മാത്രം ഒരു 1/2 മീറ്ററിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് 1800 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് മാത്രം ഒരു 700 രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോസും അതുപോലെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എടുക്കണം എന്നുണ്ട്. കുറച്ച് തിരക്കായത് കാരണം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എടുക്കാനുള്ള സമയമേ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോസും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.